അയ്യോ, ഞാൻ ഇതെവിടെ നിൽക്കുന്നു? അയ്യോ, ഇന്നലെ എന്റെ വയറ്റിലായിരുന്നു വെള്ളം. ദാ ഇപ്പൊ എന്റെ തലയ്ക്ക് ചുറ്റും വെള്ളമേ. അയ്യോ, ഇവിടെ ആരുമില്ലേ? അയ്യോ, ഇവിടെ ആരുമില്ലേ? ആര്? ഞാൻ മത്സ്യകന്യക. ഇത് മത്സ്യകന്യല്ല, മത്സ്യം വിൽക്കാൻ നടക്കുന്ന കനക. അതിനുള്ളതേ ഉള്ളു. ഇതൊക്കെ കേൾക്കുമ്പോഴാ. നിങ്ങൾക്കിത് കേൾക്കുമ്പോഴായിരിക്കും. എനിക്കിത് എന്റെ ജീവിതം. ഞാനിത് എവിടെ ഇങ്ങനെ എത്തിന്ന് പറ. അതെ, വർഷാവർഷം വലയിടുന്ന ഒരാളെ കടലിന്റെ അടുത്തട്ട് കാണാൻ ഞങ്ങൾ ഒരു വരം കൊടുക്കും. അവർക്ക് ഞങ്ങളോടൊപ്പം ആടാം പാടാം, വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കാം. ഇത് കടലിന്റെ അടുത്തട്ടാ, അതാ പബ്ബാ ആടി തുടിക്കാൻ വേണ്ടി. അതെ, എനിക്ക് ഈ കടലിൽ നിന്ന് കരയിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോവോ? പിന്നെ കൊണ്ടുവരാലോ. ഇഷ്ടംപോലെ ആൾക്കാർക്ക് വരാം. കടലാമയ്ക്ക് വരാം, കടലാനയ്ക്ക് വരാം, കടൽ കുതിരയ്ക്ക് വരാം. പക്ഷെ ഒരാൾക്ക് മാത്രം വരാൻ പറ്റത്തില്ല. അതാർക്ക്? നീരാളിക്ക്. അതെന്ത്? എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പുകാർ അയ്യോ, പിന്നെ നിങ്ങൾക്ക് എന്താ ജോലി? അയ്യോ, ഞാനിപ്പോ വല എറിയുന്നു. പണ്ട് എനിക്ക് തമിഴ്നാട്ടിലായിരുന്നു ജോലി. അവിടെ ഒരു കൗണ്ടർ അളിഞ്ഞ തമാശ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചെന്നും പറഞ്ഞോണ്ട് എന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടു. അളിഞ്ഞ തമാശക്കൊക്കെ എന്തിനാ ചിരിക്കാൻ പോകുന്നത്? പറയുന്നത് കൗണ്ടർ അല്ലേ, പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് സംഭവം എന്ന് വെച്ചാൽ ഒരു അച്ഛനുണ്ട്. മറവി രോഗം കാരണം ഇപ്പോഴും ഐസിയുലാണ്. അയ്യോ, അതെന്ത് പറ്റി? രോഗം മാറിയത് പുള്ളി മറന്നു, ഇപ്പോഴും ഐസിയു തന്നെ കിടക്കുന്നു. അയ്യോ, പിന്നെ ചേട്ടന് പാട്ടുകൾ അറിയാവോ? ഇടുക്ക് പാട്ട് ഞാൻ പാടും. ഞാൻ നൃത്തം ചെയ്യാം. ശബ്ദം ഇല്ലല്ലേ? എന്റെ വായിന്ന് കോപ്പി റൈറ്റ് ഉള്ള പാട്ടേ വരൂ. വെറുതെ എന്തിനാണ് എഡിറ്റർക്ക് പണിയുണ്ടാക്കി കൊടുക്കുന്നത്? പിന്നെ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിക്കൂല. ഈ ജമ്മത്തി ഞാൻ കല്യാണം കഴിക്കൂല. ഈ കല്യാണം കഴിക്കാത്ത ആളെന്ന് പറഞ്ഞാൽ 1-2 വയസ്സുള്ള പിള്ളേരെ പോലെയാണ്. എവിടെ വേണോ ഓടിച്ചാടി നടക്കാം, മുട്ടിലഴിഞ്ഞ് നടക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞ ആളെന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെയാണ്. ഇടവും തിരിയാൻ പറ്റൂല, വലവും തിരിയാൻ പറ്റൂല. ഇങ്ങനെ കിടക്കണം. ഇടക്കിടയ്ക്ക് കരച്ചില് മാത്രം. അതെ, പിന്നെ ഒരു കാര്യം ചോദിച്ചട്ടെ, കല്യാണം കഴിഞ്ഞില്ല അല്ലേ? ഇല്ല. അയ്യോ ചേട്ടാ, എന്റെ കണ്ണിൽ പൊടി വീണു, ഒന്ന് ഊതി തരുമോ? ഇത് കണ്ണിപ്പൊടി വീണന്റെ അല്ല, എന്റെ കഞ്ഞി പാത്തിടാനുള്ളതാണെന്നറിയാം. പിന്നെ വെള്ളത്തിന്റെ അടിയിൽ പൊടി. പിന്നെ എനിക്ക് ഈ കരയിലുള്ളവരെ കാര്യം ആലോചിക്കുമ്പോഴേ അങ്ങ് വിഷമം വരും. വിഷമം വരുന്ന എന്താണെന്നറിയോ? സുനാമി വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വന്നത് സുനാമിയാണ്, അല്ലാതെ സുനിയുടെ മാമിയല്ല. നിന്നോട് ഞാൻ കുറെ നാളായിട്ട് പറയണം അതിന്റെ പിറകെ എങ്ങനെ കറങ്ങി കിടക്കലെന്ന്. ഞാൻ അങ്ങോട്ട് വന്നാടല്ലേ ചെവിളെ വലിച്ച് കീറി കളയും പൈലേ. അതെ, ആ സ്രാവ്, ആ നെത്തോലിയെ വളയ്ക്കാൻ വേണ്ടി അതിന്റെ പിറകെ കിടക്കണം. ഇത്രയും വലിയ സ്രാവ് കിടക്കുന്ന. അയ്യോ, ഇത്രയുള്ള നെത്തോലി എന്ന് പറയരുത്. ബോഡി ഷേമിങ്ങിന് കേസെടുക്കും. അതാണ് ഞാൻ കുറെ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ പറ്റുള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. പെട്ടെന്ന് മുകളിലെത്താൻ എന്ത് ചെയ്യണം? വിഷം കഴിച്ചാൽ മതി, പെട്ടെന്ന് മുകളിലോട്ട് എത്താം. അടി ചാർലി ചാപ്ലിച്ച് ഉത്തരം തമാശ. ഇതുകൊണ്ട് എവിടെയെങ്കിലും പോണം കേട്ടോ. ഒറ്റ അടി അടിച്ചാന്നുണ്ടല്ലോ. പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു സംശയമുണ്ട്. സംഭവം വെച്ചാൽ കടപ്പുറത്ത് ഇരുന്നപ്പോ തോന്നിയാണ്, ഈ ആദ്യത്തെ ഒരു തിര അടിക്കുമ്പോഴത്തെ പതുക്കെ അടിക്കും, രണ്ടാമത്തെ തിര അടിക്കുമ്പോൾ പതുക്കെ അടിക്കും. ഈ 7ാമത്തെ തിര മാത്രം എന്താണ് ഇങ്ങനെ പൊങ്ങി അടിക്കുന്നത്? 7ാമത്തെ തിര പൊങ്ങി അടിക്കല്ലേ? അതിന്റെ അടിയിലാണ് ഞങ്ങൾ അയൽക്കൂട്ടം കൂടണത്. എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ മത്സ്യേനിയെ, ഈ കടലിന്റെ അടിത്തട്ടും നിന്നെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് കണ്ടു. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ്. പോവരുത്. ചിതറിയ മിഴി പ്രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ. നിനക്ക് പോണ്ടെങ്കിൽ എനിക്ക് വാഴക്കാ പയ്യേ. അത് കൊള്ള. എടി, നീ ചിമ്പാൻസിക്ക് മന്ത് വന്ന പോലത്തെ മോന്തയും പറ്റി വിളിച്ചാൽ ഞാൻ എങ്ങനെ താഴോട്ട് വരാൻ? പെണ്ണ മുണ്ട പെണ്ണ, നീ സോഷ്യൽ മീഡിയയിൽ എന്നെ ഹിറ്റാക്കല്ലേ പെണ്ണ? പെണ്ണ നീ മത്സ്യകന്യ, അതാ ഞണ്ടാ ഇറുക്കല്ലി പെണ്ണ. ഇറങ്ങാം, ഞാൻ ഇറങ്ങാം. എന്താ പൊന്നാ എന്നെ പോകാൻ വിടാത്ത? അതെ, ഇങ്ങോട്ടോക്ക്. നീ പോതിരുന്നാലേ നിനക്കിവിടെ ഞാൻ വെണ്ണക്കാൽ കൊട്ടാരം പണിത് തരാം. ഈ വെണ്ണക്കൽ കൊട്ടാരം പണിയുമ്പോഴത്തേക്ക് വെണ്ണ മേശിരി കൊണ്ടുവരുമോ അതോ ഞാൻ കൊണ്ടുവരുമോ? അതല്ല പറഞ്ഞത്. നല്ല മനോഹരമായ കല്ലുകൊണ്ട് ഒരു കൊട്ടാരം പണിത് തരാം. എന്റെ കൃഷ്ണമണിയിലേക്ക് നോക്ക്. നിന്റെ മനസ്സ് താളം കൊട്ടുന്നില്ലേ? ഇത് കൃഷ്ണമണിയല്ലേ താളം കൊട്ട, അല്ലാതെ ശിവമണിയൊന്നും അല്ലല്ലോ. അയ്യോ, സ്രാവിനെ പിടിക്കാൻ ഒരുത്തം ബോംബിടാൻ വരുന്നത്. ബോംബ് കയ്യിലെടുത്ത് എറിയാൻ തുടങ്ങുന്നത്.
മത്സു നീ ചത്തില്ലേ? ഞാൻ ചത്തില്ല. ഇത്രയും വലിയ ബോംബ് കൊണ്ടിട്ട് നീ എന്ത് ചാവാത്ത? അത് ചാവാത്ത കാര്യം എന്ന് പറഞ്ഞാല് ആ. സിനിമയിലായാലും സീരിയലിലായാലും ബോംബ് വീഴുമ്പോഴേ ആ. വില്ലന്മാരെ ചാവൂ. ആ. കോമഡി പറയണ ഒരു ചാവൂലല്ലോ.